ക്രൂശതിൽ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം ലാസ്റ്റ് സെന്റൻസ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കുക. പരിശുദ്ധന്മാരെ വേണ്ടി കാത്തിരിക്കുക. കാത്തിരിക്കണം. പാപത്തിൽ ചിന്തകൾ വലയുന്നവർ ഉപവാസം കൂടിയേ കഴിയട്ടോ. പ്രാർത്ഥനയിലെ ഉപവാസമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നതല്ല. പ്രാർത്ഥനയും ഉപവാസവും. നിങ്ങൾ കോപം മാറുന്നില്ല. പെട്ടെന്ന് ഞെട്ടിത്തെരിപ്പിക്കുന്ന കോപം വരുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. മാറിയേ പറ്റൂ കർത്താവേ എന്ന് പറയണം. നീ എനിക്ക് മാറ്റിത്തരണം. ചോദിച്ചാൽ തരും. പാവത്തിൻ്റെ ജയമല്ലേ ചോദിക്കുന്നത്, അല്ലേ? പാവത്തിൻ്റെ ജയം ചോദിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദാഹം പോലെ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ചെലവ് വെച്ചാൽ നിങ്ങൾ ഉപവാസം എടുക്കുക. അങ്ങനെയുള്ള നിങ്ങൾ കോസ്റ്റ് കൊടുക്കണം. പറഞ്ഞില്ലേ, ഇത് കിട്ടുന്നത് വളരെ പ്രയാസമാണെന്ന് പറഞ്ഞില്ലേ? വളരെ പ്രയാസമാണ്. നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്. പ്രയാസം തന്നെയാണ്. പക്ഷേ അങ്ങനെ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മനസ്സ് വേണം. കിട്ടുന്ന വചനങ്ങൾ പിന്നെയും അയവിറക്കിക്കൊണ്ടിരിക്കണം. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് പിന്നെയും അതോർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. കഷ്ടപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ഫലം അനുഭവിക്കേണ്ടത്. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഫലം അനുഭവിക്കണോ? അധ്വാനിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിലയേറിയ ആത്മാവിനെ കിട്ടണമെങ്കിൽ അതിനുള്ള അധ്വാനം കൂടിയേ കഴിയൂ. ഉപവാസവും പ്രാർത്ഥനയും. ദുരാത്മാക്കൾ വിട്ടുപോകാൻ ഉപവാസം വേണം. ഭവനത്തിൽ ശാപം മാറാൻ ഉപവാസം വേണം. ഉപവാസം പ്രാർത്ഥനയും. പലതരത്തിലുള്ള ശാപങ്ങളൊക്കെ പലർക്കുണ്ടല്ലോ. ഇതെല്ലാം മാറാൻ ഉപവാസം വേണം. എല്ലാം സാധിക്കും. അതുകൊണ്ട് ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഉപവാസത്തോടെ കാത്തിരിക്കണം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ചെറുപ്രായക്കാർ കുഞ്ഞുങ്ങളില്ലേ ഓടി തളരും. യൗവനക്കാർ ഓടും, പക്ഷേ ഇടറി വീഴും. ഭയങ്കര ചാട്ടം, നല്ല ധൃതയിൽ ഓടും, പക്ഷേ അവരിടറി വീഴും. ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിലേക്ക് ആദ്യം വരുന്നവർ. ബാല്യം എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ബാല്യമല്ല, ആത്മീയ ബാല്യം. മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തളർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ കുറേ ഓടി, നല്ല കരുത്തോടെ ഓടി. ആ ഓട്ടത്തിൻ്റെ ശക്തി കൊണ്ട് പിന്നെ ഇടറി താഴെ വീഴും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാരോ ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും, കഴുകുമാരെ പോലെ ചിറകടിച്ച് കറിയും. അവിടെ വേദത്തിലുള്ളത് ഞാൻ നേരെ തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. വേദത്തിൽ പറഞ്ഞത് അവർ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകുമാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അത് ഒന്ന് മറിച്ചിട്ട് പറയുകയാണ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. അവർ കഴുകുമാരെ പോലെ ചിറകടിച്ച് കയറും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആശ്വസിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു. ആത്മാവിൽ ചിറകടിച്ച് പറക്കാൻ പറ്റണം. ആത്മാവിൽ സ്തുതിയിൽ പറക്കാൻ പറ്റണം. അത് ഈ ഭൂമിയിൽ വെച്ച് സാധിക്കണം. നിങ്ങൾ ഈ കൂട്ടായ്മയിലിരുന്ന ദൈവമക്കൾ ആത്മാവിൽ പറക്കുന്നവരായിത്തീരണം. നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിയുടെ ചിറക് പ്രാപിച്ചുകൊണ്ട് പറക്കുന്നവരായി നിൽക്കണം.
ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കണം, പറക്കണം. സ്തോത്രം. ഒരു ഭാവന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില അങ്ങനെ ഭാവനാപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നിങ്ങൾ ലളിതമായി ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൽ പറക്കാൻ സാധിക്കുന്ന അനുഭവം നിങ്ങൾ നേടണം. ആത്മാവിൽ പറക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ഉയർന്നു പറക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ആ കാറ്റകത്ത് കയറുമ്പോൾ അങ്ങ് അറ്റമില്ലാതെ, ഒരു നിയന്ത്രണമില്ലാതെ അങ്ങ് പൊങ്ങി പൊങ്ങി പറന്നു പോകും. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ്, ദൈവത്തിന് സ്തോത്രം, നിയന്ത്രണമില്ലാതെ പൊങ്ങിപ്പോകും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ സകലവും മറന്ന് സ്തുതിക്കുമ്പോൾ, കർത്താവിൻ്റെ അരുമകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നന്മകളോർത്ത് സ്തുതിക്കുമ്പോൾ, നന്ദിപൂർവ്വം സ്തുതിക്കുമ്പോൾ, നമ്മെ ഉയർത്തിയെടുത്ത് നന്മകളോർത്ത് സ്തുതിക്കുമ്പോൾ പറന്ന് പറന്ന് പോകും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവിൻ്റെ കാര്യം നാം കൂടെ കേൾക്കുന്നുണ്ടല്ലോ. ഈ സങ്കീർത്തനങ്ങൾ അധികവും എഴുതി ദാവീദാണ്. അധികവും ഒരു സങ്കീർത്തനം മോശ എഴുതിയിട്ടുണ്ട്, പിന്നെ 1-2 സങ്കീർത്തനം ഏതാൻ എഴുതിയിട്ടുണ്ട്, 1 യെദൂഥൂൻ എഴുതിയിട്ടുണ്ട്, പിന്നെ ഹേമാൻ എഴുതിയിട്ടുണ്ട്, 1 ശലോമോൻ എഴുതിയിട്ടുണ്ട്, ബാക്കി എല്ലാം ദാവീദ് എഴുതിയതാണ്. സങ്കീർത്തനങ്ങളിലെ സ്തുതികളാണ്. സ്തുതികൾ ദാവീദിന് സ്തുതിക്കാതിരിക്കാൻ വയ്യ. കാരണം ദാവീദിന് അറിയാം ഞാൻ എവിടെയായിരുന്നുവെന്ന്, ഞാൻ എന്താകുമായിരുന്നുവെന്ന്, എൻ്റെ സ്ഥിതി എന്താണെന്ന്. ആടുകൾ നോക്കി മലഞ്ചെരുവിലൂടെ നടന്ന ദാവീദ്, മലഞ്ചെരുവിലൂടെ നടന്ന ദാവീദ്, ആടുകൾ പുറകെ നടന്ന ദാവീദ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനത്ത് അവൻ കയറിപ്പറ്റാനിടയായി. ദൈവം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, നാം ഇന്ന് ജീവിക്കുന്ന ഒരു അത്ഭുതമല്ലേ നമുക്ക്? എത്ര അപകടങ്ങൾ വന്നതാണ് അല്ലേ? എത്ര രോഗങ്ങൾ വന്നതാണ്, എത്ര അനർത്ഥങ്ങൾ വന്നതാണ്, കടന്നു പോകാവുന്ന സാഹചര്യങ്ങൾ വന്നതല്ലേ? എന്തെല്ലാം ആക്സിഡൻറ്റ്സ്, എന്തെല്ലാം അപകടങ്ങൾ. ദൈവത്തിന് സ്തോത്രം. തീർന്നു പോകാമായിരുന്നല്ലോ. നമ്മെ ഇന്ന് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തോടുള്ള നന്ദി വരണം. നമ്മെ ഇന്ന് കഞ്ഞി കുടിക്കാൻ വകത ദൈവത്തോട് നന്ദി വരണം. ജീവിക്കാൻ മാർഗം എന്താ ദൈവത്തോട് നന്ദി വരണം. 10 പൈസ കയ്യില്ലായിരുന്ന കാലത്ത് പൈസയ്ക്ക് വേണ്ടി പലരുടെ മുമ്പിൽ കൈ നീട്ടി. എന്നാൽ ഇന്ന് 10 പൈസയല്ല, 100 പൈസയല്ല, അത് ഏറെ കയ്യിൽ വരാൻ ദൈവം തന്നു. ദൈവത്തിന് നന്ദി പറയണം. ഇന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നു. ദൈവത്തിന് നന്ദി പറയണം. എത്രയോ പേര് ആരോഗ്യമില്ലാത്തവരായി ജീവിക്കുന്നു. എത്രയോ പേര് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. എത്രയോ പേര് ജോലി ഇല്ലാത്തവരായി ജീവിക്കുന്നു, വരുമാന മാർഗ്ഗം ഇല്ലാത്തവരായി ജീവിക്കുന്നു. എത്രയോ പേര് നിരാശയിൽ കഴിയുന്നു. എത്രയോ പേര് രോഗികളായി അവസ്ഥയിൽ കഴിയുന്നു. ഒരാൾ പറഞ്ഞു 11 കൊല്ലമായി തളർന്ന് കിടക്കുകയാണെന്ന്. 11 കൊല്ലമായി തളർന്ന് കിടക്കുന്നു. സങ്കടമല്ലേ? എണീക്കാൻ വയ്യ, തന്നെ തന്നെ ചെയ്യാൻ വയ്യ. എന്തൊരു ദയനീയമായ സ്ഥിതി. നമുക്ക് ഇന്നത്രയും ആരോഗ്യം കർത്താവ് തന്നല്ലോ. നമ്മൾ ഹൃദയത്തിൽ നന്ദി വരണം. എല്ലാവരുപരി ദൈവത്തെ അറിയാൻ കൃപ തന്നല്ലോ, ദൈവത്തിൻ്റെ വചനം തന്നല്ലോ. ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ എങ്ങനെ ചെല്ലണമെന്നുള്ളത് ദൈവം കാണിച്ചു തന്നല്ലോ. എങ്ങനെയാണ് നമുക്ക് ആത്മീയമായി ജീവിക്കേണ്ടത് ദൈവം പറഞ്ഞു തന്നല്ലോ. ഒരു വെളിച്ചത്തിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് ദൈവം കൊണ്ടുവന്നല്ലോ. എത്രയോ കൂട്ടായ്മകളുണ്ട്, എത്രയോ കൂടിവരവുകളുണ്ട്. ഇന്ന് നിർമ്മല സുവിശേഷം മാത്രം കേൾക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നല്ലോ. സ്തോത്രം. യാതൊരു പ്രതിഫലേശയില്ലാതെ സ്തോത്രം ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ദൈവത്തിന് മഹത്വമുള്ള വചനം നൽകുന്ന കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. സഭ മാറ്റാതെ, സഭ മാറാതെ, ദൈവത്തിന് സ്തോത്രം, ഒരു സഭയെക്കുറിച്ചും വിമർശനമില്ലാതെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സമുദായങ്ങളോട് ആരോടും എനിക്ക് യാതൊരു ഭിന്നതയുമില്ല. ഒരു സമുദായത്തോടും ഒരു സഭയോടും എനിക്ക് എതിർപ്പ് യാതൊന്നുമില്ല. ദൈവത്തെ നോക്കി ജീവിക്കുന്നു, അവരോട് ജീവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സമുദായ ഭേദമില്ലാത്ത ഒരു കൂട്ടായ്മ, കക്ഷി വ്യത്യാസമില്ലാത്തൊരു കൂട്ടായ്മ, യാതൊരു മത്സരബുദ്ധിയുമില്ലാത്തൊരു കൂട്ടായ്മ, ആരും വലിപ്പം ഭാവിക്കേണ്ട എന്ന് കരുതുന്ന ഒരു കൂട്ടായ്മ, നേതാവില്ല, യേശുക്രിസ്തു മാത്രം നേതാവ് എന്ന് കാണുന്ന ഒരു കൂട്ടായ്മ, എല്ലാവരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് കരുതുന്ന ഒരു കൂട്ടായ്മ. നന്ദി വരണം. ഈ കൂട്ടായ്മയിലെത്താനതിന് ഇടയായതിനു വേണ്ടി നന്ദി വരണം. മറ്റു കൂട്ടായ്മകളെല്ലാം എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്?
പേടിയാണ് ഈ പറയാൻ, ഞാൻ പറയില്ല. മറ്റാരുടെയും കുറ്റം പറയേണ്ടതിൻ്റെ പരിധിപ്പെട്ടതല്ല. എന്നാൽ ഇവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, നിങ്ങൾ അനുഭവിക്കുന്നു. സ്തോത്രം. സത്യത്തിൻ്റെ കൂട്ടായ്മയിലെത്താൻ ഇടയായി. ചെറിയ കാര്യമല്ല. നന്ദി വരണം, സ്തുതിക്കണം. അതിനുവേണ്ടി തന്നെ സ്തുതിക്കണം. കർത്താവേ, എൻ്റെ കണ്ണിന് നീ കാഴ്ച തന്നതിനായി നിനക്ക് സ്തുതി. കർത്താവേ, നീ കേൾവി തന്നതിനായി നിനക്ക് സ്തുതി. യേശുവേ, എൻ്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നതിനായി നിനക്ക് സ്തുതി. യേശുവേ, എൻ്റെ കൈകൾ ചലിക്കുന്നതിനായി നിനക്ക് സ്തുതി. കർത്താവേ, എത്രയോ പേര് കൈയില്ല, കാലില്ല, നടക്കാൻ വയ്യ, കിടന്ന കിടപ്പിൽ കിടക്കുന്നു. എനിക്ക് ഇത്രയും ആരോഗ്യം തന്നതിനായി എനിക്ക് സ്തുതി. ഇത്രയും വിദ്യാഭ്യാസം തന്നതിനായി എനിക്ക് സ്തുതി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി തന്നതിനായി എനിക്ക് സ്തുതി. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം തന്നതിനായി എനിക്ക് സ്തുതി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എല്ലാം തന്ന ദൈവമല്ലേ. എത്രയോ സ്ത്രീകൾക്ക് ഒന്ന് ഗർഭിണിയാകാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മോളെ, നിനക്ക് ഗർഭിണിയാകാൻ പറ്റിയല്ലോ. ദൈവം തന്ന ദാനമല്ലേ, സ്തുതിക്കണം. ഇങ്ങനെ ഓരോന്നോർത്ത് ഭൗതികമായ കാര്യങ്ങൾ ഓരോന്നോരോന്നോർത്ത് സ്തുതിക്കണം. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, ഓരോരുത്തരും ചിന്തിക്കൂ. നന്മയിലേ തന്നിട്ടുള്ളൂ. ഒരു 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതിയാണോ ഇന്ന് നമുക്ക്? നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കൂ. ഒരു 15 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ വേണ്ട, ഒരു 10 കൊല്ലം മുമ്പ്, ഒരു 20 കൊല്ലം മുമ്പ് എന്തായിരുന്നു? ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം അഭിവൃദ്ധിയല്ലേ ഉണ്ടായിട്ടുള്ളൂ? നിങ്ങൾ എടുത്തു തന്നതാണോ? അല്ലല്ലോ, ദൈവം തന്നു. ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം അഭിവൃദ്ധി ഉണ്ടായി, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായി. വീടില്ലാത്ത പലർക്കും പല പുതിയ പുതിയ വീടുകളുണ്ടായി. നല്ല വീടുകൾ, നല്ല മനോഹരമായ ശില്പസൗഭവമുള്ള വീടുകൾ കാണുമ്പോൾ എനിക്ക് കൗതുകത്തോടെ നോക്കും. ഇപ്പോൾ എനിക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഞാൻ ചെന്നാൽ ഞാൻ ആ താഴത്തെ നിലയിൽ നിൽക്കൂ. മുകളിലത്തെ നിലയിലേക്ക് കയറാൻ പറ്റുകയില്ല, എനിക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത് കാണുന്ന വലിയ കൗതുകം. തന്നില്ലേ ദൈവം? നല്ല വീടുകൾ തന്നില്ലേ? നല്ല സൗകര്യം തന്നില്ലേ? നല്ല ജോലി തന്നില്ലേ? എന്തിനാണ് കുറവ്? ഒരു 15 കൊല്ലം ഉള്ളതിനേക്കാൾ ഇന്ന് അഭിവൃദ്ധിയല്ലേ കിട്ടിയിട്ടുള്ളൂ. ആര് തന്നു? ആരാണ് തന്നത്? നന്ദി വേണം, നന്ദി വരണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ സ്തുതിക്കണം. പോരാ, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ സ്തുതിക്കണം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നു. എൻ്റെ ഹൃദയത്തിലുള്ള ഈർഷ്യ എന്താണെന്ന് മനസ്സിലാക്കി തന്നു. ഹൃദയത്തിനകത്തുള്ളതായി പാവം എന്താണെന്ന് കാണിച്ചു തന്നു. അശുദ്ധി എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് കാണിച്ചു തന്നു. എന്നിൽ ദുഷ്ടവികാരങ്ങളുണ്ടെന്ന് കാണിച്ചു തന്നു. മലിനമായ മോഹങ്ങളിലുണ്ടെന്ന് കാണിച്ചു തന്നു. കർത്താവേ, എനിക്ക് അത്യാഗ്രഹമുണ്ടെന്ന് കാണിച്ചു തന്നു. എനിക്ക് സ്വാർത്ഥതയുണ്ടെന്ന് കാണിച്ചു തന്നു. എനിക്ക് അഹങ്കാരമുണ്ടെന്ന് കാണിച്ചു തന്നു. കർത്താവേ, എനിക്ക് ചിലരോട് ഈർഷ്യയുണ്ടെന്ന് കാണിച്ചു തന്നു. ചിലരോട് എനിക്ക് സഹിഷ്ണുതയില്ല എന്ന് കാണിച്ചു തന്നു. കർത്താവേ, എനിക്ക് ചിലരോട് പകയുണ്ടെന്ന് കാണിച്ചു തന്നു. എല്ലാം എൻ്റെ ഹൃദയത്തിനകത്തുള്ളതായ പാപങ്ങൾ കാണിച്ചു തന്നു. ഓരോന്നോരോന്നീ എനിക്ക് മാറ്റി തന്നു. ദൈവമേ, നിനക്ക് സ്തുതി. എന്തൊരു വെളിവാണ് കിട്ടിയത്. നന്ദി വരണം, നന്ദിയോടെ സ്തുതിക്കണം. സ്തോത്രം. എണ്ണിപ്പെറുക്കി സ്തുതിക്കൂ. കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുന്നത്. ഓരോന്ന് ദൈവം നന്മകൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കണം. 103 സങ്കീർത്തനം 1 വാക്യം വായിക്കാം. 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, നിന്റെ ജീവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു, ദൈവം ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം, യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു, നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നീതിയും ന്യായവും ദൈവം നടത്തി കൊടുക്കുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. തന്റെ വഴികളെയും പ്രവൃത്തികളെയും ദൈവമക്കളെ അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ, മഹാദയമുള്ളവനായ ദൈവം. അവൻ എല്ലായ്പ്പോഴും ഭർസിക്കയില്ല, എപ്പോഴും അവൻ ഫൽസിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. കോപം വന്നാലും ആ കോപം വെച്ചുകൊണ്ടിരിക്കുകയില്ല, കോപം സംഗ്രഹിച്ചു വയ്ക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, അതാണ്, നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. കൊത്തവണ്ണം നമ്മുടെ പകരം ചെയ്യുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മുടെ പകരം ചെയ്യുന്നില്ല.
ദാവീദ് നന്ദി നിറഞ്ഞവനായി പാടുകയാണ്, സ്തുതിക്കുകയാണ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സ്തുതിക്കുകയാണ്. 116 സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കാലിനെ വീഴ്ചയിൽ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ രക്ഷിച്ചിരിക്കുന്നു. വായിക്കാം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ മരണത്തിൽ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കാലിനെ വീഴ്ചയിൽ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ രക്ഷിച്ചിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? സ്തോത്രം. ഈ നന്ദി നിങ്ങൾക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജയിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തോട് നന്ദി വരിക, നന്ദി വരണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നന്ദി വരണം. ദൈവസന്നിധിയിലേക്ക് ഹൃദയം പകരണം, നന്ദിയോടെ സ്തുതിക്കണം, നന്മകൾക്ക് വേണ്ടി സ്തുതിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നേക്കാൾ ഇന്ന് ഭേദപ്പെട്ടില്ലേ? ഭേദപ്പെടാത്തവരാരുണ്ടെന്ന് നോക്കൂ. അവർ പാവം വിടാത്തവരാണ്. പാവം വന്നിട്ടുണ്ട്, ഉറപ്പാണ്. ഒരു 15 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ ഭൗതികമായി പോലും നന്മ വരാത്തവർ ശ്രദ്ധിച്ചാക്കാണ് അവരുടെ ജീവിതത്തിൽ പാവം വന്നിട്ടുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. പാവം വന്നു, അതുകൊണ്ടാണ് അഭിവൃദ്ധി കിട്ടാത്തത്. ദൈവത്തിന് സ്തോത്രം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, ഉപകാരങ്ങൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വന്നത് നന്നായി. കർത്താവിൻ്റെ വചനം കേൾക്കുന്നല്ലോ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. നന്ദിയുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തോട് നന്ദിയുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് മദ്യപനില്ലാത്തതിൽ നന്ദിയുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് മദ്യവെച്ച് കൂത്താടി വന്നതിനെ ഉപദ്രവിക്കാത്തതിൽ നന്ദിയുണ്ടോ? ഭാര്യ വഴക്കാളിയായി തീരാതെ വിനയത്തോടെ സൗമ്യതയോടെ നിൽക്കുന്നതിൽ നന്ദിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മക്കൾ ബുദ്ധിയോടെ പഠിക്കുന്നു, അതിൽ നിങ്ങൾക്ക് നന്ദിയുണ്ടോ? ചിന്തിക്കൂ. നന്ദി വേണം. ആരോട്? മനുഷ്യരോടല്ല, സ്വർഗത്തിലെ ദൈവത്തോട്. എല്ലാം തന്ന നിത്യനായ ദൈവത്തോട് എണ്ണി എണ്ണി പറഞ്ഞ് നന്ദി പറയണം, നന്ദി പറയണം, എണ്ണി എണ്ണി പറഞ്ഞ് നന്ദി പറയണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യഹോവയ്ക്കായി കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കണം. ശക്തി സ്തുതിയുടെ ശക്തിയാണ്. സ്തുതി പ്രാപിക്കണം. ആത്മാവിൻ്റെ സ്തുതി പ്രാപിക്കണം. ആത്മാവിൻ്റെ സ്തുതി പ്രാപിക്കാൻ നിങ്ങളെ തന്നെ കാത്തിരിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കണം. സ്വന്തമായി തീരുമാനമെടുക്കൂ. എത്ര ദിവസം ഉപസിക്കാൻ പറ്റും, എത്ര സമയം ഉപസിക്കാൻ പറ്റും, എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറരുത്. ഞാൻ 3 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഉപവാസം നിർത്തരുത്. അതുകൊണ്ട് പറയുന്നത് സൂക്ഷിച്ചു വേണം. ദൈവത്തോടൊരു വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ചേ പറയാവൂ, പറ്റുന്നതേ പറയാവൂ, അല്ലാത്ത പറയരുത്. നിങ്ങൾ സാധിക്കുന്നതിൽ ഉപവാസം എടുക്കുക, കാത്തിരിക്കുക, കാത്തിരുന്ന് ശക്തി പ്രാപിക്കുക. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവസന്നിധിയിലേക്ക് കാത്തിരിക്കുക. നിങ്ങൾക്ക് സമയം നിങ്ങൾ ചിലവഴിക്കുക, കാത്തിരിക്കുക. കൂടുതൽ സമയം ബൈബിൾ വായിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ജീവിതത്തെ ആകുവാനും ശോധന ചെയ്തുകൊണ്ടും ഓരോരോ തെറ്റുകൾ കണ്ടുപിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്ഭുതകരമായ അനുഭവം കിട്ടും. എന്താണ് പറഞ്ഞത്? ആത്മാവിന് വേണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിൻ ദാനം അത് വാഗ്ദത്തമായിട്ട് തന്നിരിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. കർത്താവേ, മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ യേശുവിന് മുഴുവനായി കിട്ടണം, വേറൊന്നും വേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് മുഴുവനായി കിട്ടണം, വേറൊന്നും വേണ്ട. നിത്യപിതാവിൻ്റെ വാത്സല്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം, വേറൊന്നും വേണ്ട. ദൈവത്തിന് വേറൊന്നും വേണ്ട. കർത്താവേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് എൻ്റെ യേശുവിനെ നടപടിയായി കിട്ടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളതിൽ വരുമ്പോൾ എനിക്കറിയാം, എനിക്ക് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന്. കർത്താവേ, ഞാൻ കുറ്റബോധത്തോടെ വരുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഊതണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല എന്നെ ആളിപ്പടർന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കൂ. എൻ്റെ പഴയ മനുഷ്യനെ കത്തിച്ച് കളയണമേ എന്ന് പ്രാർത്ഥിക്കൂ. പഴയ സ്വഭാവങ്ങളെല്ലാം നിശേഷം നശിപ്പിച്ച് കളയണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തർ ആഗ്രഹിക്കൂ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ ഊതണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ മേലൊന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ ആവസിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ സ്വഭാവം മാറ്റണമേ. പഴയ പ്രകൃതങ്ങളെല്ലാം മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിച്ച് എൻ്റെ പഴയ സ്വഭാവം മാറ്റി എന്നെ വിശുദ്ധീകരിക്കണമേ. സ്തോത്രം. ഈ പ്രാർത്ഥനയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ഇരിക്കുക. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നാഥ, അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നന്ദി നിറഞ്ഞവരായി സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.